നമസ്കാരം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,219. നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് പോസിറ്റീവ് ആണോ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്? ചേഞ്ച് ആയിട്ടുണ്ടോ? എങ്ങനെയാണ് നമുക്ക് സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നിഫ്റ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂ നൽകുന്നതിനെക്കാട്ടി മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനത്തെ രീതിയിൽ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്നത് 27,135 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഓപ്പണിംഗിൽ തന്നെ നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള അവസരമായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച സപ്പോർട്ട് ലെവലിലേക്ക് എക്സാക്റ്റ് എത്തിയില്ല. എന്നാൽ എന്നിരുന്നാലും അത്യാവശ്യം പ്രോഫിറ്റ് നമുക്കൊരു തുടക്കത്തിൽ ആ ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്കത് കിട്ടിയിരുന്നു. അതിനുശേഷമായാലും നിഫ്റ്റി തിരിച്ച് വീണ്ടും 27,135 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്താണ്. കഴിഞ്ഞ ദിവസത്തിലല്ല, ഓരോ ദിവസത്തെ ഒരു വീഡിയോസിലും എങ്ങനെയാണ് നമ്മുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരുന്ന സെക്ഷനിൽ നമ്മൾ ഓരോ സമയത്തും പറയുന്നതാണ്. അതായത് നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. മാർക്കറ്റിന്റെ ആ ഒരു ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ ഈ ഒരു ക്യാൻഡിൽ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുകളിലേക്ക് നിലനിൽക്കാനുള്ള ഒരു സാധ്യത ഫസ്റ്റ് അറ്റംപ്റ്റിൽ സാധ്യത കുറവാണ്. പക്ഷെ അടുത്തൊരു അറ്റംപ്റ്റിൽ റെസിസ്റ്റൻസ് പ്ലസ് ഈ ക്യാൻഡിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ നിഫ്റ്റി അതിന് ശേഷം നിഫ്റ്റി ഒരു ബൈയിലേക്ക് കടന്നു. കാരണം 27,135 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ഒരു ബൈ സെന്റിമെന്റിലാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നു. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത ക്യാൻഡിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം 27,180 റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം 27,240 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. ആ റെസിസ്റ്റൻസിന്റെ തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലാണ് നിഫ്റ്റി മൂവ് ചെയ്തിരിക്കുന്നത്. വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലായാലും നമുക്ക് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റിയുടെ ഒരു കറക്റ്റ് ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ. ഡെയിലിയിൽ നിഫ്റ്റിക്ക് 25,219 മുകളിലേക്ക് നിഫ്റ്റി ഒരു ക്ലോസിങ് നൽകിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് വരുന്നത്. ഇപ്പൊ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ശരിക്കും. ആക്ച്വലി ഒരു 320 നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ഒരു ഏരിയയും റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ ഇന്റർവെൽ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റി 25,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാം. അതായത് 27,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകരുത്. നിഫ്റ്റി മുകളിലേക്ക് ഒരു ബൗൺസ് ചെയ്യാനായിട്ട്, ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യാൻ, അടുത്ത റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 27,200 താഴേക്കാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിലാണ് നിഫ്റ്റിയിൽ കൂടുതൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ നിഫ്റ്റി ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് റെസിസ്റ്റൻസ് ലെവലിൽ നിന്നൊക്കെ കിട്ടിയാലാണ് സെല്ലേഴ്സിന് ആക്റ്റീവ് ആകാൻ പറ്റുന്നത്. പക്ഷേ 200 ഹോൾഡ് ചെയ്യുമ്പോൾ നിഫ്റ്റിക്ക് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അതേ രീതിയിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. അപ്പോൾ വരാൻ പോകുന്നൊരു ദിവസത്തിലായാലും എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് മുകളിലേക്ക് പോയാലാണ് നമുക്കൊരു വലിയൊരു മൊമെന്റം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൽകുന്ന ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രേഡ് പറയുന്ന ഒരു പ്ലാൻ ശ്രദ്ധിക്കുക. കാരണം ഇതൊരു മെയിൻ ആയിട്ടൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. 200-ൻ്റെയും 300-ൻ്റെയും ഇടയിൽ ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. പക്ഷെ അത് കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നിലനിൽക്കുന്നുണ്ടോ അനുസരിച്ചായിരിക്കണം നമുക്കത് എൻട്രി എടുക്കേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് നാളത്തെ മാർക്കറ്റിൽ നമ്മളത് പ്ലാൻ ചെയ്യേണ്ടത്? മാർക്കറ്റ് ബൈയിലേക്കാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? മാർക്കറ്റ് വീക്ക്നെസ് ആണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ഇപ്പം നിഫ്റ്റിയുടെ സിറ്റുവേഷൻ കാണുന്നത് 25,150 വരെ, 200 വരുന്നത് കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻട്രാഡേ സപ്പോർട്ട് 25,150 വരെയാണ്. 25,150 വരെ ബയേഴ്സിന്റെ ഒരു ഏരിയ ആയിട്ട് കാണുന്നുണ്ട്. 25
180. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 25180 മുകളിലാണ്, ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം ഈ ഒരു ലെവലിൽ നിന്ന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ 221 മുകളിലേക്ക് ഒരു ക്യാനല് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന ഒരു പ്ലാൻ ശ്രദ്ധിക്കുക, 25,220 എടുത്താലും മതി. 220 മുകളിലേക്ക് ഒരു ക്യാനൽ സസ്റ്റെയിൻ ചെയ്താൽ ആ സെയിം ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ 25,208 മുകളിലേക്ക് ക്ലോസ് ചെയ്യണം, താഴത്തേക്ക് ഒരു ക്യാനൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ അതേ രീതിയിൽ എപ്പോഴും മാനേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലും നമ്മളത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട് സെല്ലാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത ഈ ഒരു ക്യാൻഡിൽ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഈ റെസിസ്റ്റൻസിന് മുകളിലേക്ക് ഈ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസും നമ്മളത് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 208 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴെ നിലനിർത്തിയാൽ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് പൊസിഷൻ മാനേജ് ചെയ്യുക. ഈ ഒരു ലെവലിൽ നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് അറിയില്ല. പക്ഷേ 208 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. പക്ഷെ 150 കൂടി താഴത്തേക്ക് ബ്രേക്ക് ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ബൈർ സിറ്റുവേഷൻ ആണെങ്കിൽ 220 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നൊക്കെ ബൈയിൽ തന്നെ നിലനിൽക്കുക. വീണ്ടും ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ഹയർ ലെവൽ ബൈർ ഓപ്പർച്യൂണിറ്റി 25,255 മുകളിൽ യൂട്ടിലൈസ് ചെയ്യാം. 242 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് 27,242 താഴെ ഒരു ക്യാനൽ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 27,242 താഴത്തേക്ക് ഒരു ക്യാനൽ സസ്റ്റെയിൻ ചെയ്യണം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ തൊട്ടടുത്താണ് റെസിസ്റ്റൻസ് ലെവൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഷോർട്ട്സ് എല്ലാം ആക്റ്റീവ് ആകണമെങ്കിൽ 208 താഴത്തേക്ക് പോകണം. ഈ ഒരു ലെവലും ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അതാണ് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞത്. 200 മുകളിൽ ബൈക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും ഈ ഒരു ലെവലിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ. കാരണം ഇതിന്റെ താഴത്തേക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത് 150 താഴത്തേക്കും കൂടി നിലനിർത്തിയാലാണ് വീക്ക്നെസ്സിനൊരു സാധ്യത. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 27,180 താഴെയാണ്. പ്രോഫിറ്റ് ബുക്കിനാണ് കൂടുതൽ സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 27,140 മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി സജഷൻ നടത്തുന്നില്ല. ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നടക്കുന്നത്. ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത് ഇൻ കേസ് ലോവർ ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 27,080 ഈ ഒരു ലെവലാണ്. പിന്നെ നല്ല സപ്പോർട്ട് വരുന്നത് 27,080, 27,066 ഈ ഒരു ലെവലിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് 27,066 താഴത്തേക്ക് ഒരു ക്യാനൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. മൈനർ ആയിട്ടുള്ള സപ്പോർട്ട് 27,028, അതേപോലെ തന്നെ 27,003 താഴത്തേക്ക് ഒരു ക്യാനൽ ക്ലോസ് ചെയ്താലാണ് നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 27,028 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. ലോവർ ലെവൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഇങ്ങനെയാണ്. ഹയർ ലെവൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. 255 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 310 റെസിസ്റ്റൻസ്, 310 എത്തുമെന്ന് അറിയില്ല, കാരണം അത് റെസിസ്റ്റൻസിന്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. അത്യാവശ്യം ഒരു പ്രോഫിറ്റ് വന്നാൽ ട്രയൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് പൊസിഷൻ ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ലെവലിൽ മാനേജ് ചെയ്യുക. 25,308 പിന്നെ റെസിസ്റ്റൻസ് കാണുന്നത് ഹയർ ലെവലിലേക്ക്. ഇതിൻ്റെ മുകളിൽ നിലനിർത്തിയ 300 മുകളിൽ നിലനിൽക്കുന്നുള്ള രീതിയിലാണ് കാണുന്നത്. 25,308, 320 ഇതിന്റെ മുകളിൽ നിലനിർത്തിയ ബൈർ ഓപ്പർച്യൂണിറ്റി 308 സ്റ്റോപ്പ് ലോസ്. പിന്നെ അടുത്ത റെസിസ്റ്റൻസ് 350. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ അനുസരിച്ച് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് കിട്ടും. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാം. കാരണം വരാൻ പോകുന്ന ഒരു മാർക്കറ്റിന്റെ ക്ലോസിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് നമുക്ക് നിഫ്റ്റിയിലായാലും ലോങ് ടൈം ഡയറക്ഷൻ നൽകേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്